ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു SIT കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രി കോട്ടയം പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്നും സൂചനകളുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷും ചേരും. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് എത്തുകയാണ്. മിഥുൻ, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിലെടുത്തത് കോട്ടയം പെരുന്നയിലെ വീട്ടിൽ നിന്ന്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? മുരാരി ബാബു ഉടൻ അറസ്റ്റിലാകുന്നതിനുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുരാരി ബാബുവിന്റെ വീട് കേന്ദ്രീകരിച്ച് നമ്മൾ ഇത്തരത്തിൽ ഏത് നിമിഷവും കസ്റ്റഡിയിലാവും എന്നുള്ള സാധ്യതയെ തുടർന്ന് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് മുരാരി ബാബുവിന്റെ വീട്ടിലെത്തി SIT പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു SIT കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി കോട്ടയം പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള വിവരങ്ങളാണ് പറയുന്നത്. പ്രതിപട്ടികയിലുള്ള മുരാരി ബാബു ആണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. വിനീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, ഇപ്പോൾ മുരാരി ബാബു കസ്റ്റഡിയിലായിട്ടുണ്ട്. വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാത്രി 10 മണിയോടെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് വിനീഷ്? മുരാരി ബാബുവിനെ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മുരാരി ബാബുവിനെ എത്തിച്ചോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റൊരു അജ്ഞാത കേന്ദ്രത്തിലേക്കാണോ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുരാരി ബാബുവിനെതിരായ കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഈ ഘട്ടത്തിലാണ് നിലവിൽ മുരാരി ബാബുവിനെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വീട്ടിൽ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 1998 വിജയ് മല്യ സ്വർണം പൂശിയത് ഈ തകിടുകളാണ്. ഈ ക്ഷേത്രത്തിലെ മുൻവശത്തെ ദ്വാരപാലക പാളികളും ഒപ്പം തന്നെ മറ്റു അനുബന്ധ സ്ഥലങ്ങളിലും വിജയ് മല്യ നേരത്തെ തന്നെ ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ സ്വർണം പൂശിയിരുന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുരാരി ബാബുവിനുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ 2019 ഈ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അത് ചെമ്പ് തകിടുകൾ എന്ന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എഴുതി എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വർണമാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും ചെമ്പ് പാളി എന്ന് 2019 ആ രേഖകളിൽ ദേവസ്വം ബോർഡിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയ ആ ഉത്തരവിൽ നൽകുന്ന സാഹചര്യമുണ്ടായി. അതിൽ ദുരൂഹതയുണ്ട്, അതിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി മുരാരി ബാബുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ആ കസ്റ്റഡി ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിർണായകമായ തെളിവുകൾ മുരാരി ബാബുവിനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മുരാരി ബാബുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നത്, പിടികൂടുന്നത്. അതിനുശേഷം ഇപ്പോൾ കസ്റ്റഡിയിൽ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എവിടേക്കാണ് മാറ്റിയത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇനിയും മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിർണായകമായ തെളിവുകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ദേവിക. ശരി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു SIT കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ കോട്ടയത്തെ പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് മുരാരി ബാബു. എന്തായാലും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിച്ചു എന്നുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് കൂടി വരികയാണ്. വിനീഷ്, ഇനി അതിനിർണായകമായ ചില മണിക്കൂറുകൾ കൂടിയാണല്ലോ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കൂടി അവിടെ കാണുന്നുണ്ട്.
തീർച്ചയായിട്ടും നേരത്തെ മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ വിപരീതമായ നിലപാടുകളും വിപരീതമായ മൊഴികളായിരുന്നു ഇരുവരും നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് 10 മണിയോടുകൂടി ഈ കോട്ടയത്തെ പെരുന്നയിലെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണോ എത്തിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ ഈ മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ മുരാരി ബാബുവിനെ നേരത്തെ തന്നെ വിജയ് മല്യ ഈ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാളിക ശില്പത്തിന്റെ പാളികളിൽ സ്വർണം പൂശിയിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും അത് ചെമ്പ് തകിടുകൾ എന്ന് എഴുതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചെമ്പ് തകിടുകൾ എന്ന് എഴുതിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാനുള്ള അല്ലെങ്കിൽ സ്വർണം കൊള്ളയടിക്കാനുള്ള അവസരമൊരുക്കി എന്ന് സംബന്ധിച്ചുള്ള ഒരു തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇരുവരെയും പ്രത്യേകം ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യലുകളിൽ വിപരീതമായ നിലപാടുകൾ ഇരുവരും സ്വീകരിച്ചതാണ് അന്വേഷണ സംഘത്തിന് ഈ മുരാരി ബാബുവിലേക്ക് കൂടുതൽ തെളിവുകൾ ലഭിക്കാനായി പ്രത്യേക ഒരു വഴിത്തിരിവായി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തെ എത്താൻ സാധിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണോ മുരാരി ബാബുവിനെ എത്തിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യത വരുത്താൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. മറ്റ് അജ്ഞാത കേന്ദ്രത്തിലാണോ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിച്ചത് എന്ന് സംബന്ധിച്ചുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നിർണായക തെളിവുകൾ കണ്ടെത്തുന്ന തരത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു SIT കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി കോട്ടയം പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മുരാരി ബാബുവിനെ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. മിഥുൻ, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് അല്ലേ? തീർച്ചയായിട്ടും ഉടനെ തന്നെ മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അതിനുള്ള സാധ്യതകളുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങൾക്കടക്കം നമുക്കടക്കം ലഭിച്ചിരുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബുവിന്റെ വീടിന് മുമ്പിൽ നമ്മളുണ്ടായിരുന്നു. അന്വേഷണ സംഘം ഏത് നിമിഷവും എത്താമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി. പക്ഷേ മാധ്യമങ്ങൾ ഒഴിവാക്കാൻ എന്ന വണ്ണമാണ് ഒരു 10 മണിയോടുകൂടി ചങ്ങനാശ്ശേരി പെരുന്നയിലെ മുരാരി ബാബുവിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തി മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്ന് മാത്രമാണ് വീട്ടുകാരോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട്, അതായത് ഒരുപക്ഷെ മുരാരി ബാബുവിനെയും അതേ രീതിയിൽ തന്നെ ഒരുപക്ഷെ നോട്ടീസ് നൽകി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടതിന് ശേഷം കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് പോകുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയില്ല. നേരിട്ട് തന്നെ അന്വേഷണ സംഘം വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പിന്, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് അവസരമൊരുക്കിയത് മുരാരി ബാബു എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലും കണ്ടെത്തലുകളും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഒരു രേഖാമൂലം ഒരു തട്ടിപ്പിന് അവസരമൊരുക്കിയത് മുരാരി ബാബു എന്നാണ് കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഏതാണ്ട്
2 കിലോയോളം സ്വർണം നഷ്ടപ്പെടുത്തിയതിന് പിന്നിൽ മുരാരി ബാബു ഇത്തരത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയതാണ്. അത് ബോധപൂർവമായിട്ടുള്ള നീക്കമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കോടതിയിൽ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന വിവരം. ഇത്തരത്തിൽ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ നിലനിൽക്കെയാണ് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ ഉടനെ തന്നെ മുരാരി ബാബുവിൻ്റെയും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിലേക്ക് നീങ്ങിയത്. ആ ഘട്ടത്തിൽ ഉടനെ തന്നെ പെരുന്നയിലെത്തി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഏതാണ്ട് 6 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ മുരാരി ബാബുവിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരുടെ കൂടി അറസ്റ്റിലേക്ക് വൈകാതെ നീങ്ങുമെന്നുള്ള സൂചന ഈ മുരാരി ബാബുവിൻ്റെ കസ്റ്റഡിയിലെടുത്തത് വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ദേവസ്വത്തിന് പുറത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഈ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും അത്തരത്തിലുള്ള കോടതിയിൽ ഹാജരാക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയത്. ആദ്യമായാണ് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ ഇക്കാര്യത്തിൽ കസ്റ്റഡിയിലെത്തിക്കുക. അതുകൊണ്ട് തന്നെ തുടർന്നും ഏതാണ്ട് 8ഓളം പ്രതികളുള്ളതിൽ ഇതെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മറ്റുമാണ് ബാക്കിയുള്ളവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു ഉദ്യോഗസ്ഥരെ കൂടി നിലവിൽ സസ്പെൻഷനിലായവരടക്കം ഉടനെ തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ശരി, എന്നാലും അതിനിർണായകമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു SIT കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി കോട്ടയം പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും ഇരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. മിഥുൻ അയ്യപ്പൻ കോട്ടയത്ത് നിന്നും, വി വിനീഷ് തിരുവനന്തപുരത്ത് നിന്നുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.